ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ വരാൻ പ്ലാൻ ചെയ്ത സമയത്ത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് ഫുഡ് വെറൈറ്റീസും പിന്നെ കുറേ സ്പോട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ട്രൈ ചെയ്തു. ഓൾമോസ്റ്റ് മീൻസ് എൻ്റെ പ്ലാനിലുള്ളതൊക്കെ. പക്ഷേ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ ഹോൾഡായി നിൽക്കുകയായിരുന്നു. ബട്ട് അത് ടാഷ്കെൻഡിലെ ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസുമാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഈ ഒരു യാത്ര. ഗൈസ്, അങ്ങനെ ഞാൻ ഫൈനലി സ്പോട്ടിലെത്തി. ഇത് വേറെ എവിടെയല്ല, ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ്കെൻഡിലുള്ള മാജിക് സിറ്റി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ മാജിക് സിറ്റീൻ്റെ ഒരു ബലൂൺ ലൈറ്റപ്പ് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഒരു നൈറ്റിലെ കാഴ്ച. പകൽ എത്രത്തോളം എന്നറിയില്ല. ഇവിടെ ആയിട്ട് KFC ഔട്ട്ലെറ്റൊക്കെ കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലെ KFCനേക്കാളും എനിക്ക് പേഴ്സണലി KFC ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ തോന്നി. ഫുള്ളി ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളിൽ. പല പല കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ ഉള്ളോട്ട് എൻ്റർ ചെയ്യാം. അങ്ങനെ എല്ലാ വീഡിയോയിലും സംഭവിക്കുന്ന പോലെ വീഡിയോ എടുത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാരെ മൊത്തം കാണുന്നില്ല. ഇനി ആദ്യം ഒന്ന് അവരെ തപ്പി പിടിക്കട്ടെ, എന്നിട്ട് ബാക്കി കാഴ്ചകളിൽ. ഇവിടുത്തെ ഒരു മാജിക് സിറ്റീൻ്റെ ഒരു എൻ്റയർ മാപ്പ് ഇവിടെ കാണുന്നുണ്ട് ഫ്രണ്ട്സ്. ഇവിടെ മുകളിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾഡൻ കളറിൽ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലോൺസ് ഉണ്ട് ഡാൻസിങ്. 2026 എന്നൊക്കെ കാണുന്നുണ്ട്. കോപ്പിറൈറ്റ് അടിയോന്ന് അറിയില്ല മ്യൂസിക്കിന്. പൊതുവെ ഞാൻ യൂട്യൂബിൽ ഒരുവിധം ഇടുന്ന വീഡിയോസൊക്കെ കോപ്പിറൈറ്റ് അടിച്ച് സ്ട്രൈക്ക് അടിച്ചും ക്ലെയിം അടിച്ചും തിരിച്ചു വരാറാണ്. ഇവിടെ ഉസ്ബെക്കിസ്ഥാനികൾക്കൊക്കെ നമ്മൾ മലയാളീസിന് ഭയങ്കര റെസ്പെക്റ്റും ലവും ഒക്കെയാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടിലേക്ക് എൻ്റർ ആവാണ്. ഇപ്പോൾ സ്ഥലം ബ്യൂട്ടിഫുൾ ആണ്, ബട്ട് ഇനി കാണുന്നത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. എന്താന്ന് കണ്ടാലോ? ദേ ഗൈസ്, ഒരു പാലസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഉള്ളോട്ട്, സൈഡിലൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഉള്ളോട്ട് പോയി നോക്കാം. ഈ സൈഡും അടിപൊളിയാണ്, എങ്ങോട്ട് വെച്ചാലും അടിപൊളി ഫ്രെയിമാണ്. ആൻഡ് ഫൈനലി ഇതാ ഈ ഒരു പ്ലേസ്. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ദേ ആരോ ഒന്ന് സിപ്പ് ലൈനിൽ പോകുന്നുണ്ട്. എനിക്ക് സിപ്പ് ലൈൻ ട്രൈ ചെയ്യണം എന്നുണ്ട്, ബട്ട് ഇവിടെ നിന്ന് വേണ്ട, നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം. ഫ്രണ്ട്സ്, എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും അടിപൊളിയാണ്. ഇവിടെയും അവിടെയും മൊത്തത്തിൽ ഫുൾ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ ഈ വാട്ടർ ലേസർ ഷോ വാട്ടർ ലൈറ്റ് ഷോ എന്താണെന്നറിയില്ല, അതൊക്കെ നടക്കാറുണ്ട്. ബട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. മേ ബി അതിന് ടൈമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കോട്ടയ്ക്കകത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കണം. അവിടെ കാർണിവൽ എന്ന് പറഞ്ഞൊരു ഏരിയ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്ന് നമുക്ക് പോയി നോക്കാം. റൈറ്റ് സൈഡിലൊരു മാജിക് പാർക്ക്. ഈ ഒരു ഫ്രെയിം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് പകൽ ഇത്രത്തോളം ഭംഗിയുണ്ടാകാൻ സാധ്യതയല്ല, ബട്ട് നൈറ്റ് ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോ എടുത്തു തരാൻ ആരെയും കാണുന്നില്ല. ആൻഡ് ഞാൻ ക്യാമറ എടുക്കാൻ മറന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ക്യാമറ എടുക്കാൻ മറക്കും. പിന്നെ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടോട്ടൽ ആകാശത്ത് നിന്നുള്ള വ്യൂ ഒരു പക്ഷേ ഭയങ്കര അടിപൊളിയാവാൻ സാധ്യത ഉണ്ട്. ഈ ഒരു മാജിക് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ സെൻട്രൽ ഏഷ്യയിലാണെങ്കിലും ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കൂടുതലും ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ്. സെൻട്രൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു ഒരു പാർക്കാണ്. എന്തൊക്കെയാണ് ഗൈസ് ഈ ഒരു പ്ലേസ്. ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. ഒരു ടോട്ടൽ ഏരിയ കാണുന്ന പോലെ ഇതെന്നെ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. ഈ ഒരു പൂളും കൂടെ ഉള്ളതുകൊണ്ട് പൂളിൽ ഈ ഒരു ഫോർട്ടിൻ്റെ റിഫ്ലക്ഷനും കൂടെ വരുമ്പം ടോട്ടലി ആ ലൈറ്റും എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഒരു മാജിക് പാർക്ക് കാണുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകണം. അതേപോലെ ഇവിടെ ഒരു സൂ ഉണ്ട്, ചെറിയൊരു സൂ ആണെന്ന് പറഞ്ഞു. സമയം കിട്ടിയാൽ കയറണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി.
പകല് ട്രാവൽ ചെയ്ത് മീൻസ് നൈറ്റ് ട്രാവൽ ചെയ്തിട്ട് പകല് ഭയങ്കര ടയേർഡായിരുന്നു. ഫുൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. സോ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഉള്ളോട്ട് പോയി നോക്കാം. ഗൈസ്, ലബൂബുവിൻ്റെ വലിയൊരു ഏരിയ. ഇതെന്താ? ഓ, സ്നൈപ്പർ ടു ഗെറ്റ് ഐഫോൺ, ഐപാഡ് ഷൂട്ട് ചെയ്തിട്ട് നേടണം. നമുക്കിപ്പോൾ സമയമില്ല. ഗൈസ്, മറ്റൊരു കാഴ്ച. അയ്യോ, ഇതൊരു ചെറിയ കുട്ടിയാണല്ലോ. അവൾക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ട്. എന്നിട്ട് ആ കുട്ടീനെ എടുത്തതാണ്. കുട്ടിയുടെ അമ്മയാ തോന്നുന്നു വീഡിയോ എടുക്കുന്നത്. ഇവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങളെന്നറിയില്ല. നമ്മളോട് ഹായ് പറയുന്നുണ്ട്, പിന്നെന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. തെറി വിളിക്കുകയാണെന്ന് പോലും മനസ്സിലാകുന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിത് മറ്റൊരു ഏരിയയിലേക്ക് എൻ്റർ ആവുകയാണ്. ഇവിടെ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ട് നടക്കാൻ വയ്യെങ്കിൽ. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ ട്രെയിനും കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുന്നു. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ഇലക്ട്രിക് തന്നെ ആവും. എല്ലാം ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്, ഇൻക്ലൂഡിങ് ഈ വണ്ടി പോലും. ഇവിടെ എന്താ മില്ലിപ്പോ, ഇതും നേരത്തെ അതിൻ്റെ ഒരു സെയിം വേറൊരു ഏരിയ. ഇത് കുറച്ച് കാണാനുണ്ട് ഗൈസ്. ഫുള്ളി ലൈറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച്ഡാണ്. അവിടെയൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിത് ഇവിടെ നിന്ന് ഈ ഒരു വഴിയിലൂടെ നടക്കുകയാണ്. ഇതൊക്കെ റീസെൻ്റ്ലി വന്ന ഏരിയാസാണ് ഇവിടെ എന്നാണ് അറിയാൻ പറ്റിയത്. അവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കുഞ്ഞു പോലീസ് വാഹനമാണെന്ന് തോന്നുന്നു. പോലീസ് വാഹനമാണോ ആംബുലൻസ് ആണോ എനിക്കറിയില്ല. കമൻറ്റ് ചെയ്യുക ഗൈസ് അറിയാവുന്നവർ. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇവിടെ ഒരു നൈസ് പാലമൊക്കെ കാണുന്നുണ്ട്. ഇത് നേരത്തെ ആ ഒരു പാലസിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ലോങ് വ്യൂ. പാലസ് എന്നോ എന്ത് വിളിക്കണമെന്ന് പോലെ എനിക്കറിയില്ല. ഇവിടെ കുറച്ച് കുഞ്ഞു റൈഡ്സ്, വാട്ടർ റൈഡിൻ്റെ ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഉസ്ബെക്കിലെ പല മരങ്ങളും ഇലകളൊക്കെ ഓൾമോസ്റ്റ് പൊഴിഞ്ഞു. നല്ലൊരു വിൻ്റർ സീസണിന് വേണ്ടി റെഡി ആവുകയാണ്. സ്നോഫോളൊക്കെ അത്യാവശ്യം വരുന്നൊരു ഏരിയ ആണിത്. ഞാൻ ആ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടാവും എന്തായാലും. അപ്പം പറ്റുമെങ്കിൽ ആ ഒരു കാഴ്ചകളും പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഫ്രണ്ട്സ്, ഇവിടെ കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്, പിസ്സ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഫുള്ള് കപ്പിൾസാണ് ഗൈസ്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പേടിക്കണ്ട. എൻ്റെ കൂടെ ഉള്ള ഒരാളെയും കാണുന്നില്ല. അതെപ്പോഴും സംഭവിക്കുന്നതാണ്. ഞാൻ വീഡിയോ എടുത്തിങ്ങനെ നടക്കും, ലാസ്റ്റ് കൂടെ ഉള്ള എല്ലാവരെയും കാണാതാവും. എന്തൊക്കെയാണെങ്കിലും ലാസ്റ്റ് വിളിച്ചും ഒക്കെ മീറ്റ് ചെയ്യാന്ന് കരുതുന്നു. ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയത് ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായെന്ന് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ തിരക്കൊഴിഞ്ഞ് ഇവിടെ കിട്ടിയില്ല. കാരണം ഈ ഒരു സമയത്ത് പോലെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് പോലെ ഇവിടെ എത്ര ആളുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ വന്നാൽ ഇത്രത്തോളം വിഷ്വലി ഉള്ള ബ്യൂട്ടി കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഇത് നേരത്തെ കണ്ടതുപോലത്തെ മറ്റൊരു പാലം. ഇത് ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. ഇത് കംപ്ലീറ്റ് വുഡ് കൊണ്ടാണോ എന്ന് സംശയമുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ അയ്യോ വുഡ് പോലെ ഉണ്ട്. വീഴാൻ പോയതാ, വേറെ എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല. ഇനി ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു സൂ എവിടെയോ ഒന്നുണ്ട്, അറിയില്ല കാണാൻ പറ്റുമെന്ന്. ഇവിടെ എത്ര ടൈം വരെ ഇവിടെ അലോഡ് ആണെന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്താക്കും. അപ്പോൾ അതിന് പിന്നെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കവർ ചെയ്യാം, അല്ലെങ്കിൽ പറ്റിയാൽ മറ്റൊരു ദിവസം കൂടെ എന്തായാലും ഇവിടേക്ക് ഞാൻ എത്തും. കാരണം അത്രയും കാഴ്ചകൾ എന്തൊക്കെയാണേലും ബാക്കി ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു സൈഡിലൂടെ എങ്ങനെ വരികയാണ്, അറ്റ് ദ സെയിം ടൈം ആ ഒരു സൈഡിൽ വേറെ ഒരുപാട് കാഴ്ചകൾ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പം അറിയില്ല എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്ന. പിന്നെ അത് ആ ഒരു സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പം എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം
അതും നടന്നെത്തുമോ എന്നറിയില്ല. ഫ്രണ്ട്സ്, അവിടെ കുറച്ച് കുട്ടികൾ ടേബിൾ ടെന്നീസൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ നടന്ന് ഇതിൻ്റെ വേറൊരു സൈഡിലെത്തി. അവിടെ നമ്മുടെ പഴയ വോക്സ്വാഗണിൻ്റെ ഒരു വണ്ടി സുമിയ. ഫ്രണ്ട്സ്, അവിടെ ഒരു കലിപ്പൻ ലോറി കാണുന്നുണ്ട്, നോക്കുന്നുണ്ട് നമ്മളെ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ഫുഡിൻ്റെ ട്രക്കാണെന്ന് തോന്നുന്നു. നല്ല ടയേഴ്സാണ്, മൂവ് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. ഫ്രണ്ട്സ്, നമ്മളെ ഉസ്ബെക്കിസ്ഥാനിലെത്തിയപ്പോൾ പല പല കാഴ്ചകൾ കണ്ടു. ബുഹാറയിലെ ആർക്ക് ഓഫ് ബുഹാറ, അതേപോലെ സമർഖണ്ഡിലെത്തുമ്പോൾ സിൽക്ക് റോഡ് പോലെയൊക്കെ. ടാഷ്കണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു മാജിക് സിറ്റി. കാരണം ഒരുപാട് കാഴ്ചകളുണ്ട്. ഈവനിങ് ഒരു 5 മണിക്കാകുമ്പോൾ വന്നാൽ നൈറ്റ് ഒരു 10 മണി വരെ പീസ്ഫുള്ളി കണ്ട് ലൈക്ക് ആ ഒരു മൂഡിന് പറ്റിയ സ്ഥലമാണ്. ഇവിടെ സ്നോഫോൾ കൂടെ വന്നാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. കാണാൻ പറ്റുമോ, അത്ര ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കാഴ്ച കൂടെ എന്തായാലും കാണിക്കും. ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു കാഴ്ചയാണ്. ഈ ഒരു ലൈറ്റിൽ ഈ ഒരു വെള്ളത്തിൽ ഇതിൻ്റെ റിഫ്ലക്ഷനും കൂടെ വരുമ്പോൾ. അതേപോലെ എൻ്റെ കൂടെ ഇവിടെ ഒരുപാട് തവണ വന്നൊരാൾ കൂടെ ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്. ആളോട് ചോദിക്കാം ഇവിടുത്തെ ഓരോ വർഷവും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ സാറേ. ഇവിടെ ഓരോ വർഷവും നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഹോം സിക്നെസ് ഒക്കെ ഉണ്ടാവുന്ന പിള്ളേരെ എന്തായാലും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് 2-3 ഡേയ്സിനകത്ത് ഇവിടെ കൊണ്ടുവരും. നേരത്തെ വരുമ്പോഴൊക്കെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്തിട്ട് വലുതായിട്ടുണ്ട്. ഇനി വരുന്ന കുട്ടികൾക്ക് കാഴ്ചകൾ കൂടുതലായി. അതെ അതെ. അപ്പൊ ഇതൊരു മാജിക് എന്നുള്ളൊരു തീമിലാണ്, ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു സ്ഥലമാണ്, ഒരു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശരിക്കും ഒരു യൂറോപ്യൻ മാജിക് സിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു തീം. വിന്ററിലൊക്കെ ഇവിടെ ഓപ്പൺ ആണോ? സ്നോഫോൾ ടൈമിലൊക്കെ ഓപ്പൺ ആണ്. എസ്പെഷ്യലി സൺഡേകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഓക്കെ, വേറെ എന്തൊക്കെയാ സാർ ഇവിടെ മെയിൻ കാഴ്ചകളൊക്കെ? ഇവിടെ മൊത്തം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉണ്ട് ഇവിടെ മെയിനായിട്ട്. അതുപോലെ മാജിക്കല് അക്വോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ മാജിക്കൽ സൂ എന്നുള്ളത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. മാജിക്കൽ സൂ ഏതൊക്കെ ആനിമൽസ് ആണെന്ന് അറിയോ? അല്ലാതെ മാജിക്കൽ സൂ ആനിമൽസിൻ്റെതല്ല. ഇവിടെ വരുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യാനുള്ള അങ്ങനത്തെ സൂ. ഞാൻ കരുതി റിയൽ ആനിമൽസ് തന്നെയാണ്. അതുപോലെ ആർക്കിടെക്ചറൽ ഫോട്ടോസ് അങ്ങനത്തെ കുറെ സ്പോട്ടുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈവനിങ് ലൈറ്റ്സ് ഉണ്ടല്ലോ. ഫൗണ്ടൈൻ ഷോ, വെള്ളത്തിന്റെ കളികള്, ഇതൊക്കെയാണ് ഇതിന്റെ ഇവിടുത്തെ ഒരു. പിന്നെ നല്ലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ്, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഈ ഒരു മാജിക് സിറ്റി എന്ന് പറയുന്നത്. സാറേ, അതേപോലെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ തന്നെയാണ്. അതേപോലെ ഇപ്പൊ MBBS കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോ സാറ് വേറെ ഏതൊക്കെ സ്പോട്ടുകളിലാണ് കൊണ്ടുപോകാറ്? താഷ്കന്റ് സിറ്റി പാർക്ക് ഉണ്ട്. അതുപോലെ സിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങള്. സിയോൾ നമ്മുടെ കൊറിയയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വെള്ളത്തിന്റെയും ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ മെട്രോ, ഇവിടുത്തെ മെട്രോ അല്ലെ, സ്ക്വയർ എന്നുള്ള ഒരു അത് കേട്ടായിരുന്നു, അമീർ തിമൂർ സ്ക്വയർ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ നിരന്തരമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്, നിയർ ബൈ ആയിട്ടുള്ള. അപ്പൊ MBBS ഒക്കെ പഠിക്കാൻ വരുമ്പോ ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലേ ഇവിടെ? അതേപോലെ തന്നെ ജെൻസികൾക്കൊക്കെ പിള്ളേർക്കൊക്കെ നമ്മൾ പോണ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലേസ് കൂടി ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ചോദിക്കും. നല്ലൊരു സിറ്റി ലൈഫും കൂടെ ഇവിടെ വന്നാൽ പോസിബിൾ ആണ്. അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആവും, ലിവിംഗ് കോസ്റ്റ് കൂടും. ഓൾറെഡി MBBS പഠിക്കാൻ അത്യാവശ്യം ഉസ്ബെക്കിസ്ഥാൻ പോലെ കൺട്രിയിൽ കുറവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ച് നമ്മള് ഇതൊക്കെ ഒരു എക്സ്ട്രാ കോസ്റ്റുകളാണല്ലോ. അതെ അതെ അതെ. ഇപ്പൊ വീക്കെൻഡിലുകൾ എപ്പോഴെങ്കിലൊക്കെ പോകാനൊക്കെ പറ്റും. ഇത് എല്ലായ്പ്പോഴും പോകാനൊന്നും കഴിയൊന്നുമില്ല. പക്ഷെ കുട്ടികൾ ഇത്തരത്തില് വീക്കെൻഡിലോ മന്തെൻഡിലോ സെലിബ്രേഷൻസ്, ബർത്ത്ഡേ അങ്ങനത്തെ സമയത്തൊക്കെയാണ്. ഇവിടെ എന്ത് താറാവുണ്ട്, പിടിച്ചെടുക്കാൻ വേണ്ടി. താറാവിനെ പിടിച്ചാൽ കുട്ടികൾക്കേ താറാവിനെ പിടിച്ചാൽ പിടിക്കാൻ എളുപ്പല്ലേ? ഓക്കെ,
ഐ തിങ്ക് താറാവിന്റെ അടിയിൽ ഹിഡൻ നമ്പേഴ്സ് ഉണ്ട്. അതെ, അവിടെ ഒരു താറാവിന്റെ അടിയിലൊക്കെ കാണുന്നുണ്ട് 4 എന്നൊക്കെ. അപ്പോൾ ആ ഒരു കറക്റ്റ് നമ്പർ ആയാൽ മേ ബി എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാനുണ്ടാവും, അതായിരിക്കാം. ഇവിടെ പിന്നെ ഫ്രണ്ട്സ് സ്പിൻ വീൽ, ഫുട്ബോൾ, ബിങ്കോ, ബാസ്കറ്റ് ബോൾ. ഇവിടെ ഇവരെ സ്പെല്ലിംഗ് ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഉസ്ബെക്ക് ലാംഗ്വേജിലായതുകൊണ്ടാവാൻ തോന്നുന്നു. ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് പറ്റിയൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു മാജിക് സിറ്റിയുടെ പരസ്യം. ഇവിടുത്തെ സ്റ്റാഫാ തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്താൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തല്ലി കിട്ടുമായിരുന്നു. മാജിക് മാൻ. ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അല്ലേ സാറേ? ഫുഡ് സ്ട്രീറ്റുകളുണ്ട്. ഓക്കെ, ഇവിടെ എത്തുന്നവർക്ക് സാറ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് ഏതായിരിക്കും ഇവിടുത്തെ? അല്ല, നമ്മളിവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും സേഫ് ആയ ഫുഡ് കഴിക്കുന്നത് നല്ലത്. അങ്ങനത്തെ അതാണ് സേഫ് ആയത്. പിന്നെ പുതിയ പിള്ളേർക്ക് ഏത് ഫുഡിനും കഴിക്കാനൊക്കെ ഉള്ള ഇഷ്ടമുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലും ആദ്യമേ പറഞ്ഞിരുന്നു, ലൈക്ക് KFC ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റിയാണ്. ഡിഫറെന്റ് ബ്രാൻഡുകളുണ്ട്, പേരിലല്ല. ഓക്കെ ബട്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നാട്ടിലെ KFC-നേക്കാളും ഇവിടുത്തെ KFC ഭയങ്കര ടേസ്റ്റി ആയിട്ട്. നമ്മൾ നാട്ടിൽ നിന്ന് പെപ്സി കുടിച്ചിട്ട് പുറത്ത് പോയിട്ട് പെപ്സി കുടിച്ച് പറയും അവിടുത്തെ പെപ്സി നല്ലതാണെന്ന് പറയും. പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഫാൻഡ പോലത്തെ ഒരു ഡ്രിങ്ക്സില് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് കാലറീസ്, ഷുഗറിന്റെ ഒക്കെ ഇതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് ഇവിടെ ആയിട്ടാണ് നെറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ് കാണുന്നത്. അല്ലാതെ നമ്മൾ GCC കൺട്രീസിലൊക്കെ പോയിട്ട് പെപ്സി ഒക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നിന്ന് കുടിച്ച ഒരു ടേസ്റ്റ് അല്ല, ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നോക്കിയത്. ഇതാണ് ഇവിടുത്തെ മാജിക് അക്വേറിയം. സാറ് കയറിയുണ്ടോ മാജിക് അക്വേറിയത്തില്? മാജിക് അക്വേറിയത്തില് ശരിക്ക് കിഡ്സ് ഇല്ലേ, അവരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഓക്കെ, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കുറച്ച് പിള്ളേരൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര നിയോൺ ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നോ അതോ റീസെന്റ് വന്നോ? ഇത് സെക്കൻഡ് ഫേസിലാണ്. സെക്കൻഡ് ഫേസിലോ? ഓക്കെ. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട്. ഇവിടെയൊക്കെ ഒരു യൂറോപ്യൻ രീതിയിലുള്ള ആർക്കിടെക്ചർ കാണുന്നുണ്ട് അല്ലേ? അതാണ് അതിന്റെ തീം. ഇവിടെ ഫോറിനേഴ്സ് ഒരുപാടുണ്ട്, ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു സാധനമൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പൊ റീസെന്റ് കാലിക്കറ്റിൽ തന്നെ മാനാഞ്ചിലൊക്കെ അലങ്കരിച്ച് കാണാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അതേപടി അവിടെ കോപ്പി ചെയ്യാൻ പറ്റില്ല. കാലാവസ്ഥ പ്രശ്നം, മഴ, ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഭയങ്കര ഡിഫറെന്റ്. ഇവിടെ അങ്ങനെ വലിയ മഴകളില്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ വിന്ററില് മഞ്ഞുണ്ടാവുമായിരിക്കും, അതും ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. മരങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി, ആ ഒരു രീതിയിലേക്ക് മാറി. കംപ്ലീറ്റ് ഇലകളൊക്കെ പൊഴിഞ്ഞ് അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളായി മാറും. ഫ്രണ്ട്സ്, അങ്ങനെ നല്ല തണുപ്പത്ത് ഞങ്ങൾ ഐസ്ക്രീം കൂടെ വാങ്ങി. ഇതൊരു വേറെ വൈബല്ലേ, നല്ല തണുപ്പാവുമ്പോ. ഉഷ്ണേന്ദു ശാന്തി കൃഷ്ണ. അതേപോലെ ഈ തണുപ്പ് വെച്ച് തന്നെ നമ്മൾ പ്രതിരോധിക്കും. ഇവിടെ ബുറാക്കിലെ എപ്പോഴെങ്കിലൊക്കെ വരാറുണ്ട്. നമ്മൾ 2-3 തവണ പോയിട്ട് അയാൾ എപ്പോഴാണ് വരാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും പർട്ടിക്കുലർ മന്തിൽ വരും. അപ്പോൾ അയാളെ കാണാൻ വേണ്ടിയിട്ടും അയാളുടെ കുറേ ഡിഷുകളുണ്ട്, ഭയങ്കര ഫേമസാണ്. ഇവയിലും ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇതിനും ഭയങ്കര ഫാൻ ബേസ്ഡുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം ഫെയിമാണ്. അപ്പോൾ ആളുടെ ഒരു റെസ്റ്റോറൻ്റാണത്. ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണ് ഇതിന്റെ ചേർന്ന് തന്നെ അല്ലേ. പിന്നെ പിള്ളേർക്ക് ബജറ്റ് ഫ്രണ്ട്ലി അല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ബിസിനസ് ക്ലാസ് ആളുകളൊക്കെയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ളൂ അല്ലേ. സോ ഫ്രണ്ട്സ്, മാജിക് സിറ്റിയിലെ കാഴ്ചകൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അറിയാം, നമുക്ക് വേറൊരു ദിവസം വരാം അല്ലേ സാറേ? നമ്മൾ കുട്ടികളായിട്ട് വരാം. സ്റ്റുഡൻസ് വരാനുണ്ടല്ലോ അല്ലെ, പിന്നെ സീനിയേഴ്സും ഉണ്ടല്ലോ. അപ്പൊ അവരെ കൂടെ ഒരു ദിവസം കൂടെ വന്നിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമേ കാണാം. Till then we are signing off.